ഗ്രാൻഡ് ഫാമിലിയെ തന്നെയാ. ഹലോ 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 ആമിക്കുട്ടി, ഹലോ. പിണക്കമാണോ ആമി, പിണക്കമാണോ ആമിക്കുട്ടി? അച്ഛ ചീത്ത പറഞ്ഞോ? എന്തിനാ ചീത്ത പറഞ്ഞ? എന്തിനാ അച്ഛ ചീത്ത പറഞ്ഞ? എന്തിനാ അച്ഛ കുട്ടീനെ ചീത്ത പറഞ്ഞ? ആമിക്കുട്ടിക്ക് ഭയങ്കര വികൃതി. ആമിക്കുട്ടി സുന്ദരിയല്ലേ അല്ലേ? സാരല്ല, പോട്ടെ 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 പോട്ടെ. ആമിക്കുട്ടി ഹൈഫൈ. ആമി ഹൈഫൈ. ഒരു അടി കൊടുക്കച്ഛന്. ആമി സ്ട്രോങ് ഗേളാണ്. റെഡ് ഒക്കെ ഇട്ടിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ ഇന്ന് എങ്ങോട്ട് പോകുന്നു? സാറ്റർഡേയിലെ വിശേഷങ്ങളാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പം നമ്മൾ ഇന്നൊരു ചെറിയൊരു വിരുന്നുണ്ട്. ഉച്ചയ്ക്കാണ് നമുക്ക് അവിടെ ലഞ്ച് ഉള്ളത്. നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കൂടെ അവരുടെ ചെറിയൊരു സെലിബ്രേഷനിൽ നമ്മൾ പങ്കെടുക്കാൻ വേണ്ടിയിട്ടും. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ഷോപ്പിൽ കയറി. അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കണ്ടേ, അപ്പം അതിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ കയറിയ സമയത്ത് ആമി മുടിയൊക്കെ അഴിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പിന്നെ രണ്ടാമത് മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് സുന്ദരിയാക്കി. ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ രീതിയിൽ മുടി കെട്ടിയപ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അൻഷുക്കുട്ടനാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ നിന്ന് ഞാൻ ക്യാമറ വാങ്ങിച്ചു. അങ്ങനെ പിന്നെ ഇവിടെ നിന്നൊക്കെ ഞങ്ങൾ യാത്രയായി. നേരം അപ്പോഴേക്കും വൈകിട്ടുണ്ടായിരുന്നു. നമ്മൾ 1 മണിക്കാണ് അവർ ഫുഡ് കഴിക്കാൻ വിളിച്ചത്. പക്ഷെ നമ്മൾ 1:30 ആയിട്ടുണ്ട് അവർ വീട്ടിലെത്തുന്ന സമയത്ത്. നമ്മൾ വേഗം വെച്ച് പിടിക്കുകയാണ് അവരെ വീട്ടിലേക്ക്. നമ്മുടെ ഒട്ടുമിക്ക എല്ലാ വീഡിയോസിലും നിങ്ങൾ ഈ ഫേസ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. നമ്മൾ കേക്ക് കട്ട് ചെയ്തു, അതിനുശേഷം ഫുഡ് കഴിച്ചു. പിന്നെ വേഗം അവിടെ നിന്ന് ഇറങ്ങി. 3 മണിയായപ്പോഴേക്കും നമ്മൾ തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അതാ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇനി നമുക്ക് അടുത്തത് വേറൊരു പരിപാടി കൂടി ഉണ്ട്. ക്രിക്കറ്റ് ടൂർണമെന്റ് അല്ലേ? ഇവിടുത്തെ മലയാളി അസോസിയേഷൻ നടത്തുന്ന ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് ഉണ്ട് ഓണം പ്രമാണിച്ചിട്ട്. അപ്പൊ ഇനിയിപ്പോ ഇത് കഴിഞ്ഞ് നേരെ നമ്മൾ അങ്ങോട്ടേക്കാ പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് ഇനി അടുത്തത് ക്രിക്കറ്റ് ടൂർണമെന്റ് കാണാൻ പോവാ. വീട്ടിൽ പോയി ഫ്രഷായി അങ്ങനെ ഇറങ്ങിയതാണ്. നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഉറങ്ങാനുള്ള ടൈമൊന്നുമില്ല. നമുക്ക് ഇനി ഇവിടെ പോയി കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് വീട്ടിൽ കിടന്നുറങ്ങാം. നല്ല ട്രാഫിക്കാണ് ഗൈസ്, കണ്ടോ? ഇതില് നോക്കൂ, ഇനിയും എന്താ ഇത്ര മിനിറ്റ് ഉണ്ട്. ഇത്രയും റെഡാണ് കാണുന്നത്. എപ്പോൾ എത്തുമെന്ന് അറിയില്ല. കളിയൊക്കെ കഴിഞ്ഞ് രാത്രി എനിക്ക് അവിടെ എത്തിയാൽ ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. പറ്റിയിട്ടില്ലെങ്കിൽ ഞാനിവിടെ നിർത്തുകയാണ്. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. അതല്ല, നമുക്ക് അവിടുന്ന് വീഡിയോസ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. ഗായ്സ്, ഇത് നോക്കൂ, ഇത് എന്താ വണ്ടിന്ന് പോകുന്നത് നോക്കൂ ഗായ്സ്. ഇതൊക്കെ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നതെന്നാവും അല്ലേ? ഇങ്ങനെ പുക വരാൻ വേണ്ടിട്ട് മണ്ണെണ്ണയൊക്കെ ആയിരിക്കും. അയ്യോ, ഇത് മറ്റേ ഇതിന്ന് പുകക്കുഴലിനൊക്കെ വരില്ലേ, അതുപോലെ ഉണ്ട്. ഇനി 14 മിനിറ്റ്സ് ഉണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ചു ഗൈസ്. ഇത്രയും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കിയ ആ വില്ലനെ ഞങ്ങൾ കണ്ടുപിടിച്ചു ഗൈസ്. ഇവനാണ് ആ വില്ലൻ. ഇവനാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. കണ്ടോ ഗൈസ്? അവന് നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ഇവിടെ ഇറക്കി തരാം, എന്തെങ്കിലും ചെയ്തിട്ട് വാ. ആമി, നമുക്ക് ഇറങ്ങിയാലോ അവനെ ശരിയാക്കാൻ? ആരെ വീഡിയോ എടുക്കണ്ടേ? ആരെ വീഡിയോ എടുക്കണോ? പ്ലാൻസാ, ഈ ചെടികളെ വീഡിയോ എടുക്കാനാണ് റോഡ് കിട്ടിയിരിക്കുകയാണ് കുറെ നേരം കഴിഞ്ഞതിന് ശേഷം. ഇനി നമ്മൾ തകർക്കും ഗൈസ്. അങ്ങനെ സാഹസികമായ യാത്രകൾക്കൊടുവിൽ ഞങ്ങൾ ഇതാ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. Adding one more extra run for the team from Bengaluru.
നല്ല ക്യൂട്ടും ആവല്ലേ. ആള് ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ നമ്മൾ എത്തിയ സമയത്ത് ഇവിടെ ക്രിക്കറ്റ് തുടങ്ങിയിട്ടില്ലായിരുന്നു. പുറത്തുനിന്ന് ഒരു ചെയർ ഇട്ടിട്ട് ഉള്ളിലേക്ക് ഇരുന്നു. അപ്പോൾ ഉള്ളിൽ ഒരുപാട് ഫാമിലീസ് ഇതുപോലെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും അവരോട് കൂടിയിട്ട് ജോയിൻ ചെയ്തു. ഗാനയിൽ ഒരുപാട് മലയാളീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഫംഗ്ഷനോ പ്രോഗ്രാംസൊക്കെ നടക്കുന്ന സമയത്താണ് അധിക പേരെയും കാണാറുള്ളത്. നമ്മുടെ വീടിൻ്റെ അടുത്തൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പല മുഖങ്ങളും കാണാറില്ല. ഇതുപോലെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നടക്കുന്ന സമയത്ത് എല്ലാവരും ഒത്തുകൂടുന്ന സമയത്ത് നമ്മൾ കാണും. വാ ഇവിടെ വാ. ഇവിടെ വരണോ? ഇവിടെ വന്നാലേ കാണാൻ പറ്റും. ഇങ്ങനെയാകുമ്പോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ റോയൽ സ്റ്റാർ സ്റ്റമയിലെ ചൊണക്കുട്ടികളതാ അങ്ങനെ നിരന്ന് നിൽക്കുന്നു. അപ്പൊ ഇവർക്ക് ഫസ്റ്റ് മാച്ച് സ്പാർട്ടൻസുമായിട്ടാണ്. അങ്ങനെ അവരെല്ലാവരും റെഡിയായി അംഗക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മനോഹരമായ ശരത് തീരുമാനം നടത്തിയിരിക്കുകയാണ്. അദ്ദേഹം ടീമിന് വേണ്ടി ഒരു 2 റണ്ണെങ്കിലും അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മാസ്റ്ററിംഗ് നേടിയിട്ടുണ്ട്. 2 റൺ നേടിയിരിക്കുകയാണ്. ക്യാപ്റ്റൻ നമ്പർ 4 അവരെ കൂടെ എല്ലാരും കൈവച്ച് അക്കുത്തിക്ക് കളിക്കാം. ഗെയിം പറഞ്ഞോളൂ. അക്കുത്തിക്കുത്താനെ വരുന്നത്. ഭർത്താക്കന്മാരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഫുൾ ലേഡീസ് ഗ്യാങ് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യം കുറേ ചെയറിലിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വിചാരിച്ചു ഇനി താഴെ വന്നിരുന്നിട്ട് അവിടെ ഇരുന്ന് സപ്പോർട്ട് ചെയ്യാന്ന്. അപ്പോൾ താഴത്ത് മാറ്റാണ് ഇട്ടിരിക്കുന്നത്. പേര് പറയോ? പുതിയ 2 അതിഥികളെ കിട്ടിയിട്ടുണ്ട്. അതെ ഫ്രണ്ട്സ്, ഇപ്പം സമയം 12:15 ഈ രാത്രിയിൽ കുറച്ച് പേരൊക്കെ ഉറങ്ങി, കുറച്ച് പേര് അവിടെ ഉറങ്ങാതെ അപ്പോഴും കളിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ തന്നെ കിടത്തി മക്കളെ. നിലത്തല്ലേ, അപ്പോൾ അവിടെ തന്നെ കിടത്തി. മടിയിലൊരു ഷീറ്റൊക്കെ വിരിച്ച് അങ്ങനെ കിടത്തി. അത് കഴിഞ്ഞ് ആമിയും അച്ചുവും ഉറങ്ങിയിട്ടില്ല. അവരപ്പുറത്തിരുന്ന് കളിയിലാണ്, നല്ല കളിയിലാണ്. പിന്നെ നമ്മുടെ റോയൽ സ്റ്റാർ സ്റ്റമ ടീം 2 കളിയിൽ ഇപ്പോൾ ജയിച്ചു. ഇനി 3ാമത്തെ കളിക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വേറെ ആരോടോ സംസാരിച്ചിരിക്കണ്ടേ ദിവ്യൻജി ഇതില്? അയ്യോ, ഉറങ്ങിയതാണ്. പ്രത്യേകം പറയണം തന്നെയാ. അതെ അതെ, എന്ത് 2 കളി ജയിച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ആ ക്ഷീണാണ് കാണിക്കുന്നത്. ഇനി അടുത്തത് 3ാമത്തെ ഒരു കളിയും കൂടി ഉണ്ട്. അത് കഴിഞ്ഞാ പിന്നെ ഫൈനൽ. ഞാൻ വലിയ രീതിയിൽ ആസ്വദിച്ച് കേട്ടോണ്ടിരിക്കാൻ പറയാം. അച്ചു കം, ആമി കം. അയ്യോ, അതിലൊന്നും വരല്ലേ, കുട്ടി ഉറങ്ങാണ്. അതിലേ വാ. ഇപ്പൊ എത്രയായി സമയം എന്നറിയോ? 2 നിങ്ങൾക്ക് ഉറക്കൊന്നുമില്ലേ? ഉറക്കില്ലാത്ത എന്താ പറഞ്ഞ നേരത്തെ ആ ഡയലോഗ് ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇല്ല, പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എടുത്തിട്ടേ പോകണുള്ളൂ. സമയം ഒന്ന് കാണിച്ചു തരുമോ? എത്ര സമയമായിരുന്നു? അതാ 1:44. ഇവര് ഗുരുവായൂർ ദർശനത്തിന് വന്നപ്പോ. പറഞ്ഞ
കുട്ടിക്ക് ഉറക്കപ്പിച്ചായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ശരിയാ, ഞങ്ങൾ ഇറങ്ങട്ടെ. ഗായ്സ്, അപ്പൊ നമ്മള് തിരിച്ചു വരാൻ നേരത്ത് നമുക്ക് 8ന്റെ പണിയാണ് കിട്ടിയത്. ഷൈനി വന്നിട്ടുണ്ടായിരുന്ന വണ്ടി ഉണ്ടല്ലോ, ഡ്രൈവർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഡ്രൈവർ ഇതുപോലെ കുറച്ച് റോഡിന് വീതി കൂടുതലുണ്ടെന്ന് വിചാരിച്ചിട്ട് അവൻ അങ്ങോട്ട് എടുത്തതിൽ നേരെ ടയർ രണ്ടും ചെന്ന് വീണത് ഒരു ഡ്രൈനേജിന്റെ കുഴിയിലേക്കാണ്. അപ്പോൾ ടയർ രണ്ടും സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്, ഫ്രണ്ടിലെ ടയർ. അപ്പം ഇനി അത് എത്ര ശ്രമിച്ചിട്ടും അത് എടുക്കാൻ പറ്റാതെ ആയപ്പോൾ ബാക്കിൽ നിന്ന് ഇതുപോലെ കയറ് കെട്ടി വേറൊരു വണ്ടി കൊണ്ടുവന്ന് ആ വണ്ടിയിലേക്ക് വെച്ച് വലിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പം അത്രയും ആളുകൾ ഉണ്ടായതുകൊണ്ട് എല്ലാവരും സഹായത്തിനെത്തി. പാവം ഷൈനി ആകെ പെട്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ വീട്ടിലേക്ക് പെട്ടെന്ന് പോവാമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല പോവാൻ. എല്ലാവരും അവിടെ ഇത് റെഡി ആവുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങളെല്ലാവരും. ഈ സംഭവം അറിഞ്ഞപ്പോൾ ഗാനിയൻസിലുള്ള ചിലർ വേഗം ഓടി വന്നിരുന്നു കേട്ടോ. അവർ വന്നിട്ട് മാക്സിമം അവരെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ വൈറ്റ് കളറ് ഷർട്ട് ഇട്ടുള്ള ടീഷർട്ട് ഇട്ടുള്ള അവനാണ് വണ്ടി കൊണ്ടുപോയിട്ട് കുഴിയിൽ ചാടിച്ചത്. അപ്പോൾ അവൻ കാര്യമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. Better the farmer has a room. Farmer has a room. Far better. Now you come away better. Farmer has a room. No. She goes run. Watch. Hey, watch. Move. Yes. അതെ കാണുന്നുണ്ടോ? അങ്ങനെ ഗൈസ്, അപ്പം നമ്മൾ കൂടെ ഉള്ളവർ വന്ന വണ്ടിയാണ് അവിടെ വീണത് ആ കുഴിയിൽ. അപ്പം ട്രെയിൻ വന്നിട്ടുണ്ട്, വണ്ടി പൊക്കിയെടുത്ത് അവർക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ പറ്റട്ടെ. നമുക്ക് ഇപ്പം തന്നെ സമയം എത്ര മണിയായി? സമയം 3 മണി ആവാനായി. 3 മണി ആവാനായി. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ മക്കളെ ഉറങ്ങിയതിനെ കൊണ്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ കഴിയും, അവരിപ്പോൾ വണ്ടി വന്നതിനെ കൊണ്ട് ലിഫ്റ്റ് ചെയ്യാനുള്ളതായിരുന്നു. പെട്ടെന്നൊന്ന് ലിഫ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബൈ.